നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. IT മേഖലയിൽ, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ, അതും പ്രോഗ്രാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ എമർജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പൈത്തൺ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പൈത്തൺ ഡെവലപ്പർമാരെ ഒരുപാട് കമ്പനികൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈത്തണിൽ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഏതാണ്ട് 3 മുതൽ 5 വരെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കരിയറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഓപ്ഷനാണ് ഞാൻ ഇതിൽ പറയുന്നത്. ടെക്നോപാർക്കിലുള്ള ഒരു മികച്ച കമ്പനി, ആ കമ്പനിയിൽ ഉള്ള ഒരു നല്ല അവസരമാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈത്തൺ ഡെവലപ്പേഴ്സിനുള്ള അവസരമാണ്. ഏതാണ്ട് 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം ടെക്നോപാർക്കിൽ ഉള്ള ഒരു മികച്ച കമ്പനിയാണ് എക്സ് മൈൻസ് ഇൻഫോടെക് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൈത്തണിലുള്ള അടിസ്ഥാനമായി ആവശ്യമുള്ള കുറേയധികം ടെക്നോളജികളുണ്ട്. 3 മുതൽ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായും ഈ മേഖലകളിൽ നല്ല അറിവുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അവർ ആ ഒരു എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഇവർ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും അവർ ആവശ്യപ്പെടുന്നത് പൈത്തൺ ഡെവലപ്മെൻറ്റ് നോളജ് തന്നെയാണ്. പൈത്തൺ ഫ്രെയിംവർക്കിലുള്ള നല്ല ഒരു സ്കില്ല് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സെലറി പോലെയുള്ള അല്ലെങ്കിൽ റെഡിസ് ക്യൂ തുടങ്ങിയ ടെക്നോളജികളിൽ ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ മേഖലയിലെ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ORM കുറിച്ചുള്ള അല്ലെങ്കിൽ ORM ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SQL ഉപയോഗിച്ച് ഉള്ള പരിചയം, സിസ്റ്റം ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ഒരു പരിചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൽക്കമി പോലെയുള്ള മേഖലയിൽ ഉള്ള പരിചയം ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ നോർമലായിട്ട് ആവശ്യപ്പെടുന്ന ഫ്രണ്ട് എൻഡ് ടെക്നോളജികളുണ്ട്. അതായത് HTML5 പോലെ, അതും അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ്, Node.js അല്ലെങ്കിൽ CSS കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതുമല്ല എങ്കിൽ റസ്റ്റ് API, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ഫ്രണ്ട് എൻഡ് നോളജ്. അപ്പോൾ അതുപോലെ തന്നെ SQL പോലെയുള്ള ബാക്ക് എൻഡിലുള്ള നോളജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഉണ്ട്. അതിനോടൊപ്പം ജനറൽ പൈത്തൺ പ്രോഗ്രാമിങ്ങിലും പൈത്തൺ ആർക്കിടെക്ചർ പോലെയുള്ള മേഖലകളിലും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അറിവ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അപേക്ഷിക്കാം. ഒരു 3 മുതൽ 5 വർഷം എക്സ്പീരിയൻസ് എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അവസാന തീയതി ഡിസംബർ 24 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലുള്ള വെബ്സൈറ്റ് ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഈ കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. അവർ തന്നിട്ടുള്ള ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അതിലേക്ക് നിങ്ങളുടെ റെസ്യൂമെയും നിങ്ങളുടെ എക്സ്പീരിയൻസ് തെളിയിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഓർക്കുക, ഡിസംബർ 24 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്യാനായി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് ടെക്നോപാർക്കിനുള്ളിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ പൈത്തൺ മേഖലയിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.